പോണെങ്കിൽ പൊക്കോ. ദാ ഈ വഴി പൊക്കോ. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? നീ എന്താ വിചാരിച്ചേ? എന്നൊക്കെ ഇട്ട് നിൽക്കുക. നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ സ്റ്റക്കായി നിൽക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ രുദ്രയ്ക്ക് നിന്റെ മേലൊരു അവകാശം വേണം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ആയിരിക്കും. വേറെ ഒരുത്തനും നിന്റെ ഈ മനസ്സിൽ കയറി പറ്റാനോ നിന്റെ ഈ ശരീരം തൊടാനോ ഞാൻ സമ്മതിക്കില്ല. നിത്യ, നീ പേടിക്കാതെ. രുദ്ര, നീ എന്ത് ചെയ്യുന്ന നിനക്ക് വല്ല ബോധമുണ്ടോ? ഇന്ന് ആദ്യമായിട്ട് രുദ്ര നീ എന്നെ കാണുന്നത്. ഈ ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ വല്ലാണ്ട് സ്നേഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്നാണോ നീ വിചാരിച്ചേ? ഒരിക്കലുമില്ല. നിത്യ, നീ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയാം നിന്റെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്ന എന്താണെന്ന്. ഒരു CEO തന്റെ എംപ്ലോയിനെ മാക്സിമം ഉപയോഗിച്ചോണ്ടിരിക്കുക, അതല്ലേ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് രുദ്ര വിചാരിക്കണ്ടേ? നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്താന്നുള്ളത് നിനക്ക് തന്നെ ബോധമുണ്ടോ? നിനക്ക് വലിയ ഭ്രാന്ത് പിടിച്ചോ? നിത്യ, പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. മാറി നിൽക്ക് രുദ്ര. നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. മാത്രമല്ല എനിക്ക് പറ്റില്ല നിന്നെ. അതും പറഞ്ഞ് രുദ്രയുടെ ക്യാബിൽ ഞാൻ ഇറങ്ങിപ്പോയെങ്കിലും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഒന്നാമതായി രുദ്ര പറഞ്ഞ വാക്കുകൾ എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ മിത്ര ഇല്ലാണ്ടായെന്ന് വിവേക് പറഞ്ഞെങ്കിലും അവളില്ലാതെ വിശ്വസിക്കാൻ മാത്രം എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എന്തോ അവളെ കാത്തിരിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. നിത്യ, നിനക്കെന്താ പറ്റിയേ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞാ നിന്നെ? വന്നാൽ നമുക്ക് പോവാം. ഇല്ലടാ, കുറച്ചും കൂടി ഉണ്ട്. ഞാൻ ഇറങ്ങാം, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഓക്കെ, സൂക്ഷിച്ചു പോകണം കേട്ടോ. ശരി എന്നാ, ഞാൻ നിൽക്കണ്ടല്ലോ. വേണ്ടെന്നോ, നീ പൊക്കോ, ഞാൻ വന്നേക്കാം. നിത്യ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. എന്തു പറ്റി? എൻ്റെ നിത്യമോളുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടിരിക്കുന്നേ. ഒന്നുമില്ല വിവേക്, ഇന്ന് എന്തോ ഉണ്ടല്ലോ. ഇന്ന് രുദ്രസാറിന്റെ ക്യാബിൽ ഞാൻ ആ ഫയലും കൊണ്ട് പോയപ്പോ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? ചോദിക്കണമല്ലോ. വേണ്ട വിവേക്, ഞാനത് വിട്ടു. പക്ഷേ രുദ്ര എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു തന്നു. അത് ശരിയാ? ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇത്രമാത്രമൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ? നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കൊന്നും വേണ്ട. ഏതായാലും നീ ഏകടൊന്നും പൊട്ടിച്ചില്ലേ, അത് മതി. വിവേക്, നമുക്കൊന്നുകൂടെ മിത്രയുടെ കാര്യമൊന്ന് നോക്കിയാലോ? നമുക്കൊന്നുകൂടെ അങ്ങോട്ട് പോയാലോ? എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാണ്ടിരിക്കില്ല. നീ പേടിക്കാതെ, നമുക്ക് നോക്കാം. അല്ല വിവേക്, നിന്റെ കൈക്ക് എന്ത് പറ്റി? വല്ലാണ്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും ബ്ലേഡ് കൊണ്ട് തട്ടിയതാ. ഇന്ന് നെയിൽ കട്ട് ചെയ്തപ്പോൾ അറിയാണ്ട് പറ്റിയതാ. സൂക്ഷിക്കണ്ടടാ ഇതൊക്കെ. നോക്കി കണ്ടെങ്കിൽ ചെയ്തോടെ നിനക്ക്. വീടെത്തി. നീ കയറുന്നില്ലേ? വാ, ദേവച്ചനെയും ലക്ഷ്മിമേനൊക്കെ കണ്ടിട്ട് പോവാ. ഇല്ലടാ, പിന്നെ ഒരിക്കലാവാം. ഇപ്പൊ ആരെ ഫേസ് ചെയ്യാനുള്ളൊരു മനസ്സെനിക്കില്ല. എന്നാ ശരി, ഓക്കെ. അവള് പറഞ്ഞതാ ശരി. അവൾക്കൊരിക്കലും ഇനി എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം അവളുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനൊരു സ്ഥാനം തരാൻ അവളെ കൊണ്ട് പറ്റില്ല. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. ഈ സമയത്തൊക്കെ രുദ്ര എന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനെ മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് എനിക്കില്ലായിരുന്നു. അങ്ങനൊരു ദിവസം सावली सलोनी अदाएं मनमोनी, तेरी जैसी ब्यूटी किसी की भी नहीं होनी। ठंडे की बोतल में तेरा ओपनर, तुझे गट गट मैं पी लूं। कोका कोला तू, शोला शोला तू, कुर्ता पजामा काला 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 काला, कुर्ता
ചങ്ക് ഓട്ടി കിടക്കുമ്പോഴാണ് അവൻ്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടും കൂത്തും. അല്ലെങ്കിൽ ഉമ്മമാരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരൊക്കെ എൻജോയ് ചെയ്യട്ടെ, അവരുടെ ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ. ഞാനിങ്ങനെ പക്ഷെ അവളോട് അവസാനമായിട്ട് എനിക്ക് രണ്ട് വർത്തമാനം പറയണം. നീയും നമുക്ക് എൻജോയ് ചെയ്യാടാ. ഇതിവിടെ കോലവാടോ മനുഷ്യ. തനിക്ക് വീട്ടിൽ നിർത്ത്. എനിക്ക് വീട്ടിൽ പോണ്ട. കാരണം എങ്ങനെ വീട്ടിൽ പോയാൽ അമ്മ എന്നെ തല്ലും. അതിനേക്കാളും നല്ലത് ഞാനിവിടെ കിടക്കുന്നത്. ഇവിടെ ആകുമ്പോൾ ആരും ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ കിടന്നു. എന്നെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ആരെന്നറിയോ? ആരാണേലും എനിക്ക് എന്താ, എനിക്കൊന്നും അറിയട്ടെ. രക്ഷേട്ടനാണ്. അവനെന്തെങ്കിലും സൂക്കേടാ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ കിടന്നോളാം. വെറുതെ അവൻ്റെ പേരും പറഞ്ഞ് ആരും എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ ഞാനേ അവൻ്റെ ചേട്ടന. എന്നെ ഒന്ന് വെറുതെ വിടോ നിത്യ. അവളില്ലാതെ ഞാൻ വരില്ല വീട്ടിൽ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം എന്താ പറയും? എനിക്ക് അവളെ കാണണം. നീ എന്നെ അവളുടെ അടുത്ത് കൊണ്ടുപോകുമോ നിത്യ? എത്ര മാസങ്ങളായോ വീട് പുറകെ നടക്കുന്നത്. എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ? ഞാൻ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്നെ ആരും നോക്കണ്ട. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. നീ വീട്ടിൽ പൊക്കോ, ഞാൻ വന്നോളാം. എന്നെ ആരും നോക്കണ്ട. രക്ഷയോട് പറഞ്ഞേട്ടെ ഞാൻ വീട്ടിൽ പോയെന്ന്. ഇനി രക്ഷയുടെ ഇന്ന് മേടിച്ച് കിട്ടിയിട്ടേ അവസാനം എന്നെ വിളിച്ചേക്കരുത്. തൂക്കിയെടുത്തോണ്ട് പോകാൻ ഞാൻ വരത്തില്ല. നിങ്ങൾ തോന്നുമ്പോൾ വീട്ടിൽ പോവാണോ പൊക്കോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളെ മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ടുവരനോട് പറഞ്ഞു ഞാൻ പോവാ. ഈശ്വര, ഇത് അവളുടെ വീടല്ലേ? ദൈവമേ, ചാടുന്ന നേരെ എനിക്ക് ആവേശമുണ്ടായിരുന്നു. ചാടിക്കഴിഞ്ഞപ്പോൾ കോപ്പും കെട്ടുമിറങ്ങി. ഞാനിനി എന്ത് ചെയ്യും? അവളിനി കാണാണ്ട് പോകാനും പറ്റൂല. ഹലോ, എന്താ രുദ്ര? സാർ എന്താ ഈ സമയത്ത്? അല്ല സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പറയുന്നത്? നിത്യ, ഞാനിവിടെ വീടിന്റെ താഴോട്ട് വാ. എന്താ? കേറി വാ. നിത്യ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ശബ്ദം ഉണ്ടാക്കണ്ടെന്ന് വരാവോ? എന്തീ കാണിക്കുന്നേ? കോപ്പ് കൈ മുറിഞ്ഞാ തോന്നുന്നേ. ഇങ്ങോട്ട് വാ, ഇവിടെ കേറ്. സാർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിത്യ, അത് പിന്നെ എനിക്ക് നിന്നെ കാണണം തോന്നി, അതാ ഞാൻ. സാർ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചായിരുന്നു. പക്ഷെ നിന്റെ വീടിന്റെ മതില് ചാടുന്ന വരെ ഞാൻ സ്വബോധത്തിലല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ശരിക്കും നിന്നോട് ബോധത്തില് സംസാരിക്കുന്നത്. നിത്യ, പ്ലീസ്, ഞാൻ പറയണമെന്ന് കേക്ക്. ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിലും ഇതുപോലെ കെഞ്ചി നിന്നിട്ടില്ല. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല നിത്യ. അന്ന് നീ പറഞ്ഞ ഒരു ദിവസം കൊണ്ട് കണ്ട ഇഷ്ടമല്ലേ? ഇപ്പതാ ഇത്ര മാസമായില്ലേ. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല നിത്യ. ഓരോ ദിവസം കൂടുമ്പോൾ എനിക്ക് നീ ഒരു ഭ്രാന്തായിട്ട് മാറിക്കൊണ്ടിരിക്കും. നിത്യ, ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. ഞാൻ നിന്നെ മുതലാക്കാൻ വേണ്ടിയിട്ടല്ല നിത്യ. സത്യമായിട്ടും ഞാൻ നിന്റെ കാല് പിടിക്കും. ഞാൻ പറയണ നീ ഒന്ന് മനസ്സിലാക്കും. മതി, ഇനിയൊന്നും പറയണ്ട. എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല. എന്റെ മാനസികാവസ്ഥ
സന്തോഷമായിട്ട് ജീവിച്ച എൻ്റെ മിത്ര, അവൾക്കും കൂടെ അങ്ങനൊരു ജീവിതം വേണം. അവളില്ലാതെ എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ലൈഫ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ നിന്നെ സാറിന് എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എപ്പോഴേക്കോ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെ നീ ആരുടെ കാര്യം പറയണ നിത്യ? അപ്പോ നിനക്കെന്നെ ഇഷ്ടമാണോ? നീ എന്നെ നീ നിത്യ, രുദ്ര, എനിക്ക് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന പോലെ എൻ്റെ മിത്രയെ സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷെ അവളെവിടെയാണോ, ഏതവസ്ഥയിലാണോ, ജീവനോടെ ഉണ്ടോന്നോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല രുദ്ര. അവള് എന്റെ കൺമുമ്പിൽ എന്റെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടായി പോയ അവളെ കണ്ട അവസാന നിമിഷം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ മായാണ്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ജീവിതമൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ നിത്യ, നീ വിഷമിക്കാതെ. മിത്രൻ എവിടെയുണ്ടെങ്കിലും ഏതറ്റം വരെ പോണ്ടി വന്നാലും ഞാനിതാ നിന്റെ കൺമുമ്പിൽ അവളെ കൊണ്ട് എത്തിച്ചു തന്നിരിക്കും. പക്ഷെ അതിനുവേണ്ടി നീ എന്റെ സ്നേഹം കാണാതിരിക്കില്ല. നിനക്കറിയാം, നിനക്ക് വേണ്ടി ഞാൻ കരയാത്തൊരു ദിവസമല്ല നിത്യ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ അവളെ കണ്ടുപിടിക്കാം. നിന്റെ കൂടെ ഏതറ്റം വരെ വേണ്ടില്ല ഞാൻ വരാം. പക്ഷെ നീ എന്റെ കൂടെ വേണം, പ്ലീസ്.
ഹലോ. ഏയ് ജോൺ എബ്രഹാം, ഓർക്കുന്നുണ്ടോ നീ എന്നെ? അത്ര പെട്ടെന്ന് നിന്നെ മറക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ ലാസറേ? നീ എൻ്റെ മറക്കാത്തൊരു ഓർമ്മയല്ലേ? യെസ് ജോൺ, നിനക്ക് ഞാനൊരു മറക്കാത്ത ഓർമ്മയായിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാ ജോൺ. അത് നിനക്കറിയാലോ. നീ ഭാഗ്യവിത്തില് ആദ്യത്തെ സന്താനം ദേ എന്റെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് മനസ്സ് വെച്ചാൽ മതി ജോൺ, അതിനെ ഇല്ലാതാക്കാൻ. നീ തമാശ പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചേ? ശരിയാ, നീ പറഞ്ഞത് കറക്റ്റാ. ഞാൻ ഭാഗ്യവിത്ത്. അതത്ര മോശം വിത്താകുമെന്ന് നിനക്ക് തോന്നുന്നില്ലല്ലോ. അത് നിന്നെക്കാളും നന്നായിട്ട് വേറെ ഒരാൾക്കും മനസ്സിലാവില്ല ലാസറേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ വിത്ത് അത്ര മോശം വിത്തൊന്നുമല്ല. പിന്നെ വേറെ അസുരവിത്തും കൂടിയുണ്ട്. നിന്റെ ഈ വയസ്സാം കാലത്ത് ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങണോ ലാസറേ? ആരാ ജോണേട്ടാ? ജോൺ അടങ്ങ് നീ. പെമ്പർനോത്തിലെ വാക്കും കേട്ട് വീട്ടിൽ കയറി ചുരുണ്ടിരിക്കുന്ന നിന്നെ ഞാൻ പേടിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല ജോൺ. അതൊക്കെ പണ്ട് ജോൺ എബ്രഹാം ദ മാഫിയ കിങ്, അതൊക്കെ എന്തായിരുന്നടാ. ഇപ്പൊ നീ നിൽക്കുന്ന നിന്റെ സ്ഥാനവും സ്ഥലവും നീ മറക്കരുത് ജോൺ. ശരിയാടാ, നീ പറഞ്ഞത് കറക്റ്റാ. എൻ്റെ പെമ്പർനോത്തി പറഞ്ഞിട്ട് തന്നെയാ ജോൺ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നേ. പക്ഷെ വെറുതെ അല്ല, ജോണിന്റെ 2 മുഖം ഇപ്പൊ പുറത്തുണ്ട്. അതിലൊരു മുഖത്തിന്റെ പുറകെയാ നീ ഇപ്പൊ പോന്നേ. അവന്റെ മേത്ത് നിന്റെ ചെറുവിരലെങ്ങാനും പതിഞ്ഞ ലാസറ, നീ ഒരു കാര്യം കൂടെ മറക്കരുത്. നീ പറഞ്ഞ എൻ്റെ ഈ പെമ്പർനോത്തിയില്ലേ, അവള് ദാനമായിട്ട് തന്ന ജീവിതം നിന്റെ. എന്നെക്കാളും കരുതല അവൻ്റെ കുടുംബത്തിനോട് എൻ്റെ മകന്. കേട്ടില്ലേ? അവൻ്റെ ചേട്ടൻ്റെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴാൻ അവൻ ഇന്നേ വരെ സമ്മതിച്ചിട്ടില്ല. അപ്പോഴാ നീ അവൻ്റെ പുറകെ ചെല്ലുന്നേ. മോനെ ലാസറേ, എൻ്റെ മകൻ നിന്റെ അടിവേര് പിഴുതിട്ടേ പിന്നെ വിടുകയുള്ളൂ. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പതനം അതിവിടുന്ന് തുടങ്ങട്ടെ. നീ പറഞ്ഞേ ശരിയാ. നിന്റെ ഭാര്യ ദാനമായിട്ട് തന്ന ഈ ജീവിതമില്ലേ, അത് ഞാൻ ഇന്ന് കടമെടുക്കുക. ലാസറിന്റെ കണക്ക് നോക്കില് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പതനം നേരത്തെ എഴുതപ്പെട്ടത് ജോണെ. അതിന്റെ തുടക്കം നിന്റെയും മകനെ പരലോകത്തോട്ട് അയച്ചിട്ടാവട്ടെ. കേറ്റി വിടറ അവൻ നെഞ്ചത്തോട്ടന്നെ. ലാസറെ, നീ നിന്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നും കൂടെ രേഖപ്പെടുത്തി വെച്ച
നിനക്കുള്ള അന്ത്യത്താഴത്തിന്റെ സമയമായി. നീ നോവിച്ചു വിട്ടേക്കുന്നത് ആരെയും നിനക്ക് നന്നായിട്ടറിയാം. നിന്നോട് ഞാൻ ഒന്നു പറഞ്ഞതാ, നിന്റെ അടിവേര് പിഴുതിട്ട് എന്റെ മകൻ പിന്നെ തിരിച്ചു വരുവുള്ളൂ. പക്ഷെ അത് കേൾക്കാൻ നിനക്ക് പറ്റില്ലായിരുന്നു. ഇന്ന് ഒടേതമ്പരൻ നിന്നെ പരലോകത്തേക്ക് അയക്കാനുള്ള കുറിപ്പടി എന്റെ മകന്റെ കൈ കൊടുത്തു വിട്ടേക്കുക. നീ സൂക്ഷിച്ചോ. ഇനി നിന്റെ ഓടലിന് മുകളിൽ ആ തലയുണ്ടാവില്ല. രക്ഷ, ധ്രുവൻ, ആര്യ, ലാസർ.